എടാ നീ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ലോഡ് വരാനുണ്ട് റബ്ബർ. RSS 4-ന് അവിടെ 145 രൂപയുണ്ട്. അത്ര രവീന്ദ്രൻ പറഞ്ഞേ. എടാ അത് RSS 5 അല്ലല്ല 4 അല്ലേ? ആ റേറ്റ് പറ അവൻ്റെ അടുത്ത് കേട്ടോ. പാലയിൽ നിന്ന് നമ്മുടെ ലോഡ് വരാനുണ്ട്. അവിടെ റബ്ബർ ഷീറ്റ് ഉണക്കിക്കൊണ്ടിരിക്കണുള്ളൂ. അത് പുകയത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മളത് കൊണ്ടുവരുമെന്ന് പറ. അവൻ്റെ അടുത്തൊരു 10,000-4,000 രൂപ മേടിക്കടാ. ആ കാര്യങ്ങൾ എടുക്കണ്ടേ, കൂലി കൊടുക്കണ്ടേ? ഞാൻ പറയണതാണ് കേൾക്കടാവേ. ആ ആ ആ ശരി ശരി, എനിക്കവിടെ മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ്. നിർത്തിയടാ. നിർത്ത്. ആ എൻ്റെ അമ്മ, അവിടെ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മുടെ റബ്ബർ തോട്ടത്തിൽ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ട്, പോയിട്ട് വരാം. എല്ലാവേ നീ വെട്ടുകാശ് കൂട്ടി ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 144 രൂപ കിലോയ്ക്ക് കിട്ടുന്നത്. അത് വെട്ടുകൂലിയും ചിരട്ടയുടെ കൂലി ഇതെല്ലാം കാശൊക്കെ കൊടുത്തിട്ട് വേറെ എന്നാ കിട്ടാനാ? എല്ലാവരും ഉണ്ടല്ലോ മച്ചാനെ. നമ്മുടെ ഈ റബ്ബറിൻ്റെ വില ഈ മാതിരി താഴത്തേക്ക് പോയാൽ നമ്മൾ എന്നാ ചെയ്യും? 5 മന്ത്രിമാരുണ്ടല്ലോ നമ്മുടെ മണ്ഡലത്തിൽ. എന്നിട്ട് ഈ MP-മാർ എന്തോ ഒരു ഈ ഇറക്കുമതി തീരുവയൊക്കെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനല്ലേ, ഈ ടയർ കമ്പനിക്കാരെ സഹായിക്കാനല്ലേ ഈ ചെയ്യുന്നത്? അല്ല, ഇറക്കുമതി തീരുവയുടെ കുറച്ച് ജോസ് കെ മാണി MP ഇന്ത്യൻ പാർലമെന്റ് അതിനെതിരെ പരിഗണിച്ചു. ഇറക്കുമതി ചുങ്കം തീരെ കുറച്ച് നടപടി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ റബ്ബറിന് വില ഇങ്ങനെ പണ്ട് ഘാട്ടുകാർ വന്നപ്പോഴത്തേക്ക് ഘാട്ടുകാർ നടപ്പിലാക്കിയാൽ നമ്മുടെ രാജ്യത്തെ റബ്ബർ മൊത്തം വെട്ടിമാറ്റാൻ പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് 200 കിലോയ്ക്ക് 200 മുകളിൽ വില പോയായിരുന്നു. അപ്പോൾ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്ത് കയറ്റുമതി വർദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു ധാരണ തെറ്റാണ്. റബ്ബർ കർഷകർക്ക് എല്ലാ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ നല്ല വില ഇപ്പം കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. റബ്ബർ കർഷകർക്ക് ചേട്ടായിക്ക് എത്ര റബ്ബറുണ്ട്? നമ്മളെ പോലെ റബ്ബറൊക്കെ ഉള്ള ആളല്ലേ? 450 റബ്ബറുണ്ട്. 450 റബ്ബറുണ്ട്. എന്നിട്ട് പറ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? 248 രൂപ വരെ വിറ്റിരുന്ന റബ്ബർ സാധനം. അന്ന് വെട്ടുകൂലി കുറവായിരുന്നു, വളത്തിന് വില കുറവായിരുന്നു, ആസിഡിന് വില കുറവായിരുന്നു, എല്ലാം വില കുറവായിരുന്നു. ഇന്നിപ്പോൾ റബ്ബറിന് 142 രൂപ ആയിട്ട് വില കുറഞ്ഞിരിക്കുന്നു. പക്ഷേ വെട്ടുകൂലി കൂടി, റബ്ബറിന് വളത്തിന് വില കൂടി, ആസിഡിന് വില കൂടി. ഇപ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് റബ്ബർ നഷ്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇറക്കുമതി നയമാണ്. 9ഓളം കുത്തക കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്ത് അവർ കണ്ടമാനം റബ്ബർ സ്റ്റോക്ക് ചെയ്ത് 80 ലക്ഷം ടൺ റബ്ബർ സ്റ്റോക്ക് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ അടുത്ത 1-2-3 വർഷത്തേക്കുള്ള റബ്ബർ മുഴുവൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് അവർ റബ്ബർ വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ ജോസ് കെ മാണിയും മറ്റേ മാത്യു ടി തോമസും ആണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഒരുപാട് പാർട്ടികൾ മത്സരരംഗത്തുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ കസ്തൂരി രംഗൻ വിഷയം കാരണം ഇപ്പോൾ സഭാ നിലപാട് ഇപ്പോൾ ഏകദേശം ചെറുതായിട്ടൊക്കെ ഒരു എതിര് പല സ്ഥലത്തു നിന്നൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സഭാ ആസ്ഥാനത്തിൻ്റെ ഒരു ആസ്ഥാന കേന്ദ്രമാണ് കോട്ടയം. എല്ലാ സഭകളുടെ ആസ്ഥാന കേന്ദ്രം കോട്ടയമാണ്. അപ്പോൾ ഈ കോട്ടയത്തുള്ള ഈ സഭകളെല്ലാം ഈ നമ്മുടെ UDF-ന് എതിരാണ് ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ സഭാ നേതൃത്വം എന്ന് പറയുന്നത് UDF അത് ഈ സഭാ നേതൃത്വത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഊന്നൽ നൽകുന്ന ഒരു പ്രസ്ഥാനമല്ല UDF. അതായത് അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലായാൽ പോലും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും. അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനാണ് UDF എന്നും മുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ സഭാ നേതൃത്വത്തിന് അടിമപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു നയമല്ല UDF സ്വീകരിച്ചിരിക്കുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചുകൊണ്ട് അത് ഈ രാജ്യത്ത് നടപ്പിലാക്കണം, ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് ഇടുക്കി MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഭ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്താണ് ഇത്തവണ അവിടെ ഒറ്റ ഒരാൾക്ക് മാത്രമേ സീറ്റ് കൊടുക്കായിരുന്നുള്ളൂ കോൺഗ്രസ്സുകാർ. അത് തെറ്റായ ധാരണയാണ്. MP-മാർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുത്തു, PT തോമസിന് മാത്രം കൊടുത്തില്ല. എന്താണ്? പലപ്പോഴും പാർട്ടി ചില ആളുകളെ പാർലമെന്റ് രംഗത്തും ചില ആളുകളെ മറ്റ് സംസ്ഥാനം. ഇപ്പോൾ PT തോമസ് സംബന്ധിച്ചോളം കൂടുതലായിട്ട് അദ്ദേഹം സ്വയമേ മാറി. ബഹുമാനപ്പെട്ട പീതാംബരക്കുറുപ്പ് മാഷ് അദ്ദേഹം കൊല്ലത്തും സ്വയം മാറി. RSP LDF-ലേക്ക് വന്നപ്പോൾ അവർ ആവശ്യപ്പെട്ട സീറ്റ് കൊടുത്തു. PT തോമസിനോട് മാറാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് ഇടുക്കിയിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന് വേണ്ടി ഏറ്റവും മുന്നിടുന്ന PT തോമസ് ആണ്. ഈ നമ്മുടെ നാട്ടിൽ കുത്തരി ചോറ് തിന്നുന്ന ആളുകളൊന്നും വിശ്വസിക്കുന്ന കാര്യമല്ല നമ്മുടെ ആളുകൾ പറയുന്നത്. കുത്തരിയാണ്, ഞങ്ങളൊക്കെ പച്ചരി പച്ചരി തിന്നാലും കുത്തരി കോടി ജനങ്ങൾ വിശ്വസിക്കില്ല. അവരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് കണ്ട് ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മലയോര മേഖലയിലെ ജനങ്ങൾ മൊത്തം ആ സഭയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് അവിടുത്തെ PT തോമസിനെ ഓടിക്കുകയും ഈ ഗവൺമെന്റിനെതിരായി വർത്തമാനം പറയുന്നതും കോൺഗ്രസിനെതിരായി വർത്തമാനം പറയുന്നതൊക്കെ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്.
നമുക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ കോട്ടയം പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ മലയോര മേഖലയിലേക്ക് കുടിയേറ്റക്കാരായി കൊണ്ടുവന്നു. അവർ വെട്ടിത്തെളിച്ച് കൃഷിയെടുത്തു, അവിടെ പൊന്നു വിളയിച്ച് ആ ആളുകളെയൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടണം. കുറേ കാട്ടുകുരങ്ങൻ്റെയും അവരെ അണ്ണാൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് അവർക്കൊക്കെ താമസിച്ചാൽ മതി. 6 മണി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഇടാൻ മേല, ഒരു കാര്യം ചെയ്യാൻ മേലാത്ത രീതി ആ നാട്ടിലുള്ള ജനങ്ങളെ ഇറക്കി വിടണം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങളെതിരായത്. പി ടി തോമസിനെ പോലെയുള്ള ഈ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം മാധ്യമം ദിനപത്രം റിപ്പോർട്ട് ചെയ്തപ്പം ഈ 20 MP-മാരെ പറ്റി നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ബാബു പോൾ ഒരു സർവേ നടത്തുന്നുണ്ടായി. ആ സർവേ നടത്തിയതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കേരളത്തിലെ 1ാമത്തെ MP ആയിട്ട് സമ്പത്തും 2ാമത്തെ MP ആയിട്ട് PK ബിജുവും 3ാമത്തെ PT തോമസും ആയിരുന്നു. 3ാമത്തെ PT തോമസും. അതിൽ 19ാമത്തെ MP ആണ് ജോസ് കെ മാണി. 20ാമത്തെ MP ഞങ്ങൾ പടിഞ്ഞാറൻ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണ മനുഷ്യരാണ്. അവിടെ കൃഷി എന്താണ്? നെൽകൃഷിയാണ്. നെൽകൃഷി ആകുമ്പോൾ കുട്ടനാടൻ പാക്കേജിന്റെ ഗുണമൊക്കെ കിട്ടിയില്ലേ? 1179 കോടി രൂപ, അതായത് 21 ലക്ഷം കൂടെ കഴിഞ്ഞാൽ 1200 കോടി രൂപയുടെ വികസനം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ജോസ് കെ മാണി കോട്ടയത്ത് നടപ്പാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ പടിഞ്ഞാറൻ പ്രദേശത്ത് അദ്ദേഹത്തിന് വോട്ട് കുറവായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഈ നെൽകർഷകർക്കോ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ആൾക്കാർക്കോ 1 രൂപയുടെ ഗുണം കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഇവർ പറയുന്നത് പോലെയല്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നു. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരള കോൺഗ്രസിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന 16ാമത് ലോക്സഭാ മത്സരത്തിൽ അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസ് സഭയെ പരാജയപ്പെടുമെന്ന് പത്രമാധ്യമങ്ങൾ മുഴുവൻ പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു സീറ്റിൽ നിന്ന് ജയിച്ചു പോകുന്ന ജോസ് കെ മാണിക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഒരു ചുക്കും ചെയ്യാനൊക്കത്തില്ല. എനിക്ക് 2 കാര്യം പറയണം. ഒന്ന്, ജോസ് കെ മാണി ഒരു ദേശാടന പക്ഷിയല്ല. ഇതിന് മുഴുവൻ പല ആളുകൾ ഇലക്ഷൻ സമയത്ത് മാത്രമാണ് കാണുന്നത്. അവർ പിന്നെ എറണാകുളത്തും തൃപ്പൂണിത്തുറയിലും ഡൽഹിയിലൊക്കെയാണ് ജീവിക്കുന്നത്. ജോസ് കെ മാണി പാലക്കാരനാണ്. കഴിഞ്ഞ 5 വർഷം കോട്ടയം ജില്ലയിൽ കഞ്ഞിക്കുടിയിലുണ്ടായിരുന്നു. അത് നാളെ ഇവിടെ കാണും. ഒന്ന്, ദേശാടന പക്ഷിയല്ല. 2, അപ്പൊ ഈ കോൺഗ്രസിന്റെ ദേശാടന പക്ഷികൾ ഇപ്പൊ കാസർഗോഡൊക്കെ മത്സരിക്കുന്നില്ല. അങ്ങനെയാണ് ഫിലിപ്പോ തോമസ് 3 പ്രാവശ്യം ഞങ്ങൾ റാന്നി സീറ്റ് കൊടുത്ത് 3 പ്രാവശ്യം തോറ്റ പാർട്ടി എല്ലാവർക്കും ഉണ്ടല്ലോ. കിലുക്ക സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് ലോട്ടറി കിലുക്ക സിനിമയ്ക്കകത്ത് ഞാൻ ചാലക്കുടി പോയി. ഈ കിലുക്ക സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് ലോട്ടറി അടിക്കുമ്പോഴത്തേക്ക് പിടിച്ചു താഴെ പോകുന്നുണ്ട്. ഇപ്പം CPM സീറ്റ് കൊടുത്തപ്പോഴത്തേക്ക് 2ാമതൊന്നും പുള്ളി ബോധം വിട്ടു. അത് പോട്ടെ. 3, ഞാൻ തിരുവാർപ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സുരേഷ് ഗ്രൂപ്പിന്റെ പ്രാദേശിക വികസന ഫണ്ട് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ ജോസ് കെ മാണി കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്ന് തെളിയിച്ചാൽ നിങ്ങൾ പണം പണിയാൻ ചെയ്യാം. ഇവിടെ പറയുന്ന പണി ചെയ്യേണ്ടി വരും. ഏകദേശം 60 എന്താണ് പറയും. എന്റെ ദൈവമേ ചേട്ടാ, കത്തി മാറ്റി വെക്കും. ഞാനൊരു പാവപ്പെട്ടവനാണ്. പറ. ഈ റബ്ബറിന്റെ തൊഴിൽ ചെയ്യുന്ന ആളാണ് എങ്കിൽ പോലും ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു വിഭാഗം ധനികരായ ആൾക്കാർക്ക് ഇതും കൊണ്ട് പ്രയോജനമുള്ളൂ. പാവപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെ സൈക്കിൾ ഉപയോഗിക്കുന്നവർ മുതൽ മീൻ കച്ചവടക്കാരൻ വരെ ഈ ടയർ വാങ്ങിക്കണമെങ്കിൽ 100-150 രൂപ കൊടുക്കേണ്ട ഒരു ഗതികേടായിരുന്നു ഒരു ടയറിന്. ഷീറ്റിന് അത്ര വിലയില്ല. ഷീറ്റിന് അത്രയും വിലയില്ല എങ്കിൽ പോലും ഷീറ്റ് പൊഴിഞ്ഞാൽ ടയർ ആവൂലല്ലോ. ഷീറ്റിന് വില കൂടുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിത്യോപയോഗ അരിക്ക് വില കൂടുന്നു. നെല്ലിന്റെ കാര്യം പറയുന്നില്ല. അരി ഇപ്പോൾ 1 രൂപയ്ക്ക് കിട്ടും. 1 രൂപയ്ക്ക് കിട്ടും. അതിന്റെ നെല്ലിന്റെ കാര്യം പറയുന്നില്ല. ഇല്ല, നെല്ലിന് താങ്ങുവില 1 രൂപ. എല്ലാവിധ കാര്യങ്ങളും ഒരു വശത്ത് നിങ്ങൾ സാധനത്തിന് വില കൂട്ടി എടുക്കുക, മറുവശത്ത് വില കൂടുന്നതെന്നും പറഞ്ഞ് സമരം ചെയ്യുക. ഇത് രണ്ടും ഒരു വിഭാഗം ആൾക്കാർ തന്നെ ചെയ്യുന്നു. ഇപ്പൊ എത്ര കൂലിയുണ്ട്? 360. നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 260. അപ്പൊ കൂടിയില്ലേ? കൂടിയ, പക്ഷെ അതിനനുസരിച്ച് സാധനങ്ങൾക്ക് വില കൂടുന്നതനുസരിച്ച് കൂലി കൂടുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് എതിരെ ആരാ പറയാനുള്ളത്? സാധനങ്ങൾക്ക് വില കൂടുന്നതനുസരിച്ച് കൂലി കൂടുന്നുണ്ട്. ആം ആദ്മി എന്ന് പറയുന്നു. അതെ, ഇവരെല്ലാരും വികസനം പറയുന്നുണ്ട്. വികസനം നമുക്കൊരു വികസനം ഇല്ല അല്ലേ? അല്ല, ആ ഒരു വികസനം അല്ല, അഴിമതി അല്ലാതെ വേറെ എന്തെങ്കിലും. അല്ല, നമ്മുടെ കേജ്രിവാൾ 1 കോടി രൂപ സമാഹരിച്ചു പറഞ്ഞു ചായ പറ്റി. ഇല്ല, അതും അല്ല, കൂടിയിരുന്ന് അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പാർട്ടി ഫണ്ട് പിരിക്കാൻ വേണ്ടി ഒരിക്കലുമല്ല. പാർട്ടി ഫണ്ട് പിരിക്കാൻ വേണ്ടി ഏറ്റവും സുതാര്യമായിട്ടല്ലേ ചെയ്തത്. ഇവിടെയുള്ള കോർപ്പറേറ്റുകളുടെ വാതൊക്കെ പോയില്ലല്ലോ, കുത്തക മുതലാളിമാരുടെ വാതൊക്കെ പോയില്ലല്ലോ. അല്ല, സാധാരണക്കാരൻ തന്നെയാണ്. ഈ 20,000 രൂപ പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കുകയാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടു അല്ലേ? ഇന്ത്യയുടെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. ഇന്ത്യയുടെ വളർച്ച കണ്ടു, പുരോഗതി കണ്ടു, അധപതനം കണ്ടു, എല്ലാം കണ്ട ഒരാളാണ്. എന്താണ് സാഹിബിന്റെ മനസ്സിൽ തോന്നുന്ന ആ ഒരു രാഷ്ട്രീയം?
ഇത് രാഷ്ട്രീയത്തിലെ ഓരോ പാർട്ടികളും അവരവര് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മെമ്പർ സ്ഥാനമാകാമെന്നുള്ളതല്ലാതെ നാട്ടിന് വേണ്ടി ഒരു കൊള്ളാൻ ചെയ്യുന്നില്ല. വെൽഫെയർ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെൽഫെയർ പാർട്ടിയാണ്. വികസനത്തെ കുറിച്ച് പറയുന്നത് കേവലമായ സാധാരണക്കാരന്റെ വികസനത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ഈ ചർച്ചയിൽ പോലും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളല്ല സാധാരണ പ്രശ്നങ്ങളാണ്. ഈ ജോസ് കെ മാണി ചെയ്തു വെച്ച വികസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മെട്രോ വികസനമാണ് കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അദ്ദേഹം ആ രംഗത്ത് നടന്നില്ല. ആ രംഗത്ത് പോലും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ കാർഷിക മേഖല, റെയിൽവേ സ്റ്റേഷന്റെ വികസനം, അതുപോലെ മലയോര റെയിൽവേ സാധ്യമാക്കാൻ പറ്റിയില്ല. അതുപോലെ പടിഞ്ഞാറൻ മേഖലയുടെ പക്ഷേ കോട്ടയം മലയോര റെയിൽവേ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒരു എം പി എന്ന നിലയിൽ 100% പരാജയമാണെന്ന് SDPIക്ക് അഭിപ്രായമില്ല. എന്താണ് പരാജയമല്ല, 100% പരാജയമല്ല. ഒരു എം പി എന്ന നിലയിൽ അല്പം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ പടിഞ്ഞാറ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വെള്ളപ്പൊക്കം ഇവിടെ വലിയൊരു പ്രശ്നമാണ്. കുടിവെള്ള ക്ഷാമം ഇവിടെ പറയുന്നത് 2 ലക്ഷത്തോളം പൊതുറ്റാപ്പുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് എവിടെയെങ്കിലും ഒരു പൊതുറ്റാപ്പ് കേരളത്തിൽ കാണിക്കാൻ പറ്റുമോ? മുഴുവൻ ഇവിടുത്തെ കുപ്പി കമ്പനികൾക്ക് വേണ്ടി, കോള കമ്പനികൾക്ക് വേണ്ടി ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കാശ് കൊടുത്ത് 1 ലിറ്റർ വെള്ളം നമ്മൾ 20 രൂപ കൊടുത്ത് വാങ്ങേണ്ട ഗതികേട്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുടിവെള്ളത്തിന്റെ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, പാവപ്പെട്ടന്റെ വിഷയമാണ്. കുടിവെള്ളത്തെ പറ്റി പറയുന്നത്. തിരുവാർപ്പ് കുമരകം കുടിവെള്ള പദ്ധതികളെ UDFന്റെ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. പറഞ്ഞോട്ടെ, തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 3-ാം വാർഡിൽ ചെങ്ങളം കുന്നമ്പുറത്ത് 1 ലക്ഷത്തിൽ പരം ടൺ ലിറ്റർ വെള്ളം കൊള്ളുന്ന പ്ലാന്റ് പൂർത്തീകരിക്കുന്നു. 10 വർഷം മുമ്പുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈനാണ് കിടക്കുന്നത്. ആ ലൈൻ വെട്ടിപ്പൊളിക്കാൻ വേണ്ടി 1 കോടി രൂപയുടെ ടെൻഡർ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ടെൻഡർ നടത്തി പൂർത്തീകരിക്കുമ്പോഴത്തേക്ക് പഴയ ഡിസ്ട്രിബ്യൂട്ടർ ലൈൻ മാറ്റിക്കൊണ്ട് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലും ശുദ്ധജലം എത്തിക്കാനുള്ള സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ അതിന്റെ പിതൃത്വം ചില ആളുകൾ എടുക്കുന്നു. പിന്നെ എന്റെ മാന്യ സുഹൃത്ത് പടിഞ്ഞാറ മേഖലയിട്ട് പോയിട്ടില്ല. തിരുവാർപ്പും കുമരകവും വികസനത്തിൽ മുന്നോട്ട് പോകും. എന്തിനാണ് പടിഞ്ഞാറൻ മേഖലയുടെ യാഥാർത്ഥ്യം ഏറ്റവും വലിയ വികസനം യാഥാർത്ഥ്യമാക്കുന്ന കാഞ്ഞിരം പാലം കഴിഞ്ഞ ടീമിൽ 5 വർഷം പിടിച്ച VN വാസൻ യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ലോ. കേരളത്തിന്റെ പ്രിയങ്കരായ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒറ്റയാളുടെ പ്രവർത്തനം കൊണ്ട് കാഞ്ഞിരം പാലത്തിന്റെ പണി പൂർത്തീകരിക്കുന്നു. പടിഞ്ഞാറൻ മേഖല വികസനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. റബ്ബർ കർഷകരുടെ റബ്ബറിന്റെ വില കുറഞ്ഞപ്പോഴത്തേക്ക് കോട്ടയം സാമ്പത്തികമായി മാന്യമായി. മാത്രമല്ല പടിഞ്ഞാറൻ മേഖലയിൽ ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടോ ഇല്ല, കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ല. എല്ലാ മേഖലയിലും കുറെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കിട്ടുന്നത് അല്ലാതെ കോട്ടയം മാർക്കറ്റിൽ ഒരു ബിസിനസ്സും ഇല്ല. തുണിക്കടകൾ പലതും പൂട്ടി, പലരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടു. ഇതാണ് സ്ഥിതി. പിന്നെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം എം പി കൊണ്ടുവരുമെന്ന് പറയുന്ന കോടിമതയിൽ കൊണ്ടുവരുമെന്ന മൊബിലിറ്റി ഹബ്ബ് എവിടെ പോയി? കോടിമതയിൽ കൊണ്ടുവന്ന മൊബിലിറ്റി ഹബ്ബ് ഇല്ല. അത് പാസഞ്ചർ ടെർമിനൽ, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചർ ടെർമിനൽ, അത് അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 4 ഷീറ്റ് ഇട്ട് ശബരിമലക്കാർക്ക് ഒരു ബിൽഗ്രിം ഇതുണ്ടാക്കിയതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ ഫ്ലെക്സ് വിപ്ലവ നല്ല ഭംഗിയായി റോസ് പൗഡർ അടിച്ചു വെച്ചിട്ട് MP യുടെ പണം കാണിച്ചിട്ട് ഫ്ലെക്സ് വിപ്ലവം അല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തെടുത്ത് MP അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, റേഷനറിയുടെ വില കുറച്ചപ്പോഴും അതുപോലെ ഈ BPL കാരെല്ലാം APL ആക്കി. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടിക്കൊണ്ട് ഇപ്പൊ ഗോതമ്പില്ല, മണ്ണെണ്ണ കിട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് മണ്ണെണ്ണയില്ല. ഇതിനെതിരെ നമ്മുടെ MP പാർലമെന്റിൽ എന്തെങ്കിലും ശബ്ദം ഉന്നയിച്ചോ? ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കോട്ടയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെയധികം പ്രവർത്തനം പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യാത്ത പല കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത പല കാര്യങ്ങളുമുണ്ട്. അത് നമ്മുടെ ഈ ഇവിടെ കിടക്കുന്ന ഒരു തോട്, ഈ മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയ തോട് വളരെ മാലിന്യങ്ങളായി കിടക്കുന്നു. ആ മാലിന്യമായി കിടക്കുന്ന വളരെ ജനങ്ങൾക്ക് ഒരുപാട് ഗുണമുള്ള കാര്യമാണ്. മീനച്ചിലാറ് വളരെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമാണ്. ആ വെള്ളത്തിലോട്ട് അഴുക്കുകൾ മുഴുവൻ ഇടുക, അത് മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കാര്യം. MP അതിന് ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ വലിയൊരു തുടക്കം വേണ്ടി വരും. നമ്മുടെ ജോസ് കെ മാണി MP ഇത്തവണ ജയിച്ചു പോവുകയാണെങ്കിൽ BJPയുടെ കാരണം അതല്ല, ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പരിപാടി കോട്ടയത്ത് നടത്തിയപ്പോൾ PC ജോർജാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് BJPയുടെ പരിപാടിയായിരുന്നു. മാണിയോട് ചോദിച്ചപ്പോൾ പറയുന്നത് തെറ്റില്ലെന്ന് പറഞ്ഞു, ടീഷർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അതുപോലെ തന്നെ CPMന്റെ പാലക്കാട് പ്ലീനറി നടന്നപ്പോൾ അവിടെ CPMനകത്ത് നേതാക്കന്മാരോ ബുദ്ധിജീവികളോ ഇല്ലാണ്ടല്ല മാണിയെയാണ് അവിടെ കൊണ്ടുപോയത് അവിടെ പ്രബന്ധം അവതരിപ്പിക്കാൻ. അപ്പൊ ഇവരെയൊക്കെ തെറ്റായ രാഷ്ട്രീയം
എവിടെ നാളെ അധികാരത്തിന് വേണ്ടി ഏത് മുന്നണിയിലും ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മാണിയെ പോലെയുള്ളവർ ഇത്തരത്തിലുള്ള കോൺഗ്രസ്സുകാരെ ഈ രാജ്യത്ത് തന്നെ ശാപമാണെന്നാണ് SDPIക്ക് പറയാനുള്ളത്. ഇപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ച് അല്ല UDF സംബന്ധിച്ച് അവരുടെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ PC ജോർജിന് ഈ കോട്ടയം ജില്ലയിൽ കടക്കരുതെന്നാണ് അവിടെ അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത്. ഈ PC ജോർജിനെ കോട്ടയത്ത് കടന്നു പോകരുതെന്ന് പറഞ്ഞു പുള്ളി TV-യിലുണ്ട്. അപ്പൊ ആ TV കൂടെ പുള്ളി എന്താണ് കഴിഞ്ഞ ദിവസം തിരുവാർപ്പിൽ തിരുവാർപ്പിൽ ഒരു കോർണർ ഞങ്ങളൊരു UDF മീറ്റിംഗ് കൂടി. അതിന്റെ അത് PC ജോർജ് വന്നായിരുന്നു. അപ്പൊ എനിക്കറിയില്ല വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറിഗേഷന്റെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അതൊന്നും MLA ചെയ്യേണ്ട കാര്യമാണ്. ഇറിഗേഷൻ സംസ്ഥാന ഫണ്ടാണ്. ആ സംസ്ഥാന ഫണ്ട് മേടിച്ചിറക്കേണ്ടത് MLA ആണ്. MPDയോ ഒന്ന് MP ഒരു MPക്ക് ഒരു വർഷം 2 കോടി രൂപ കിട്ടും. 5 വർഷം കൊണ്ട് കിട്ടുന്ന പൈസ പൂർണ്ണമായും 2 കേന്ദ്ര ആവശ്യമുള്ള ഫണ്ടുകൾ. കുറവിലങ്ങാട് 100 കോടി രൂപ മുടക്കി സയൻസ് സിറ്റി വന്നിരിക്കുന്നു. കുറവിലങ്ങാട് 100 കോടി രൂപ മുടക്കി സയൻസ് സിറ്റി വന്നിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു ജില്ലയിൽ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയം കൂടി വന്നിരിക്കുന്നു. അവരെല്ലാം ഏറ്റവും ഞാൻ തിരുവാർപ്പ് ഗ്രാമിലെ മെമ്പറാണ്. 10-30 വർഷക്കാലം എനിക്ക് മുന്നേ ഒത്തിരി കയറി പരിചയമായിരുന്നു. ഇല്ലിക്ക കവലയിൽ നിന്നും ഈ താഴ്ന്ന എന്നെ കേട്ടുന്ന ആള് പറട്ടെ, ഇല്ലിക്ക കവലയിൽ നിന്നും ജോസ് കെ മാണി 100% വിജയമാണെന്ന് പറയില്ല. ഇല്ലിക്ക കവലയിൽ നിന്ന് താഴ്ത്തങ്ങാടിക്ക് പോകണമെങ്കിൽ 5 കിലോമീറ്റർ കറങ്ങണമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയുടെ 10 ലക്ഷം രൂപ ജോസ് കെ മാണി MPയുടെ ശ്രമഫലമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ K ബാബു 60 ലക്ഷം രൂപ ഇന്ന് ഇല്ലിക്ക കവലയിൽ നിന്ന് തൊണ്ടമ്പഴയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇല്ലിക്ക കവലയിലെ പാവപ്പെട്ട നിന്ന് ഗ്യാസ് പോയി ചാരി നടക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. അത് ജോസ് കെ മാണിയുടെ വലിയ നേട്ടമാണ്. അത്തരം നേട്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ശരിയത്ത് പള്ളി റോഡ്, കൊച്ചറയ്ക്കൽ കൊല്ലാത്ത റോഡ് ഉൾപ്പെടെയുള്ള ഞാൻ പറയല്ലോ ഈ 6-7 തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന 7ാം വാർഡ് ഉൾപ്പെടെ 6-7 വാർഡുകളിൽ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പർ 15 വർഷക്കാലം കൊണ്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കൂടുതൽ പൈസ ഈ വാർഡിലേക്ക് ജോസ് കെ മാണി അനുവദിച്ചിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ ഈ LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. നയങ്ങളുടെ വിഷയത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ട ജനങ്ങൾക്കെതിരാണ് ഇവരെല്ലാം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു സമരത്തിന്റെ രാഷ്ട്രീയം ഇവിടെ വളർന്നു വരണം. അത് ഞാൻ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഇവിടെ 100 അടി 50 അടിയുള്ള സ്വർണം വെക്കുന്നവർ വെക്കുന്നത് പോലെയും വസ്ത്രം വെക്കുന്നത് പോലെയും അതുപോലെ ദൈനംദിന പത്രങ്ങളിൽ മുഴുവൻ കോടിക്കണക്കിന് രൂപ മുടക്കി പരസ്യം ചെയ്തുമാണ് 6ാം തമ്പുരാനെ കൊണ്ടിരുന്നത്. ഈ 6ാം തമ്പുരാനെ കൊണ്ടുവന്നിരുന്നാലും ഇനി വേറെ ഏതെങ്കിലും തമ്പുരാനെ കോൺഗ്രസ് കൊണ്ടിരുന്നാലും ഇന്ത്യയിലെ ജനങ്ങൾ ഈ 16ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി അടിയന്തരാവസ്ഥയിൽ എങ്ങനെ അടി കിട്ടിയോ അതുപോലത്തെ മുഴുവൻ വലിയ അടിക്കും കോൺഗ്രസ് തയ്യാറായാൽ മതി. ഓക്കെ ഒരു ചെറുപ്പക്കാരൻ വോട്ടുണ്ടോ അവന്? ഉണ്ട്. എത്ര വോട്ട് ചെയ്തു? കന്നി അയ്യപ്പനാണ് അല്ലേ? ആദ്യത്തെ വോട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ പാർലമെന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ പാർലമെന്റ് ബൂത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പം എന്താണ് നമ്മുടെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു മനസ്സാണ്. ഈ മനസ്സിൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി തോന്നുന്നത് എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം അഴിമതിയുടെ രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ LDF-നും ഞങ്ങൾ UDF-നും ഞങ്ങൾ മുന്നണി പറഞ്ഞു ഈ അഴിമതി രാഷ്ട്രീയത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യില്ല. ഇവിടെ അക്രമ രാഷ്ട്രീയവും ഞങ്ങൾ ചിലപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുകയാണെങ്കിൽ നോട്ടൊക്കെ ഞങ്ങൾ വോട്ട് ചെയ്തേക്കും. വികസനം എന്ന് പറയുന്നുണ്ട്. വികസനം ഇപ്പം സയൻസ് സിറ്റി കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. സയൻസ് സിറ്റി കൊണ്ടുവന്ന് ഏറ്റവും മുഹൂർത്തത്തിലാണ് അവർക്ക് സയൻസ് സിറ്റി എന്ന വികസനം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചത് എന്നുള്ളത്. ഈ പറയുന്ന പോലെ ഫ്ലെക്സ് മാത്രമേ ഉള്ളൂ. അടുക്കാറായപ്പോഴത്തേക്കും അത് ഏകദേശം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചല്ലോ, അതിനെപ്പറ്റിയൊക്കെ മോൻ എന്തെങ്കിലും ധാരണയുണ്ടോ? കരട് വിജ്ഞാപനം അതും വളരെ ഒരു കാപട്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും നടപ്പിലാക്കേണ്ട അത്യാവശ്യ സാഹചര്യമാണ്. ഇപ്പോഴത്തെ യുവതലമുറ വളരെ അഡ്വാൻസ്ഡ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഒരു വിരൽത്തുമ്പിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിന് നമ്മൾ വില കൊടുക്കണം. കാരണം വളർന്നു വരുന്ന യുവത്വമാണ്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ പറ്റിയിട്ട് വളരെയധികം തർക്കങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ PT തോമസ് മത്സരിക്കേണ്ട എന്നൊക്കെയുള്ള PT തോമസ് മത്സരിക്കേണ്ട എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ വന്നു. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ അടുത്ത ദിവസം ആന്റണി രാജുവിൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം വന്നു. ഈ കോട്ടയത്ത് ഈ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിയത്
കോൺഗ്രസിൻ്റെ ലോകമണ്ടത്തരമാണ് എന്നുള്ളൊരു അഭിപ്രായം വന്നു. അപ്പോൾ മനസ്സുകൊണ്ട് ഇവിടെ കോൺഗ്രസ്, കേരള കോൺഗ്രസ് ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് അനുകൂലവും അവിടെ മനസ്സുകൊണ്ട് എതിരുമാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടോ? കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാവർക്കും മത്സരിക്കാൻ സീറ്റ് കിട്ടത്തില്ല. ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, 25 വർഷക്കാലം പശ്ചിമബംഗാൾ ഭരിച്ച CPM ഇവിടെ 2 MP കിട്ടാൻ 2 MP കിട്ടുമോ? 2 MP കിട്ടിയ 2 MP കിട്ടുമോ? നിങ്ങളെല്ലാവരും പറഞ്ഞത് വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഈ മക്കൾ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഡൽഹിയിൽ അത് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ അസംബ്ലിയിൽ നടന്ന 4 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മക്കൾ രാഷ്ട്രീയം പറഞ്ഞ ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വലിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരിരിക്കുമ്പോഴാണ് അവർ വന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നോക്കി 4 സ്ഥലത്തും അമ്പെ പരാജയപ്പെട്ടു. ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ പിണറായി വിജയന്റെ മകൻ രാഷ്ട്രീയത്തിലില്ല, വൈക്കം വിശ്വന്റെ മകൻ രാഷ്ട്രീയത്തിലില്ല, MABയുടെ മകൻ രാഷ്ട്രീയത്തിലില്ല, കോടിയേരിയുടെ മകൻ രാഷ്ട്രീയത്തിലില്ല. ഇത് എന്തുകൊണ്ട് വലിയ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥർ, ഞാൻ പറയട്ടെ, കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ആളുകൾ അത് വിട്ടിട്ട് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇതിനകത്ത് അടിച്ചു മാറ്റാൻ അവരുടെ അപ്പനും അടിച്ചു മാറ്റിയിരിക്കുന്ന കണ്ടി ഞങ്ങൾ അടിച്ചു മാറ്റാൻ പറ്റുന്നു. അത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ മക്കളാരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. ഞങ്ങൾ ഇവിടെ ഈ വോട്ടുണ്ടോ? കോട്ടയത്താണ് വോട്ട്? കോട്ടയത്തല്ല, പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ വിമാനത്താവളം വരുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആറന്മുള വിമാനത്താവളം വരുന്നത് പ്രകൃതിക്ക് വളരെയധികം ചൂഷണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതവിടെ വരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അവർ പറയുന്ന ചില വികസനങ്ങളുണ്ട്. ഈ ആറന്മുള വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്നും കൂടുതൽ വികസിക്കുകയും ടൗൺഷിപ്പ് വരുമെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെടുന്ന സാധാരണക്കാർക്കാണ് കൂടുതലും. അതുപോലെ അവിടുത്തെ പ്രകൃതിയെ വളരെയധികം ചൂഷണം ചെയ്യുന്ന സംഗതിയാണ്. പരിസ്ഥിതിക്ക് വളരെയധികം ദോഷം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് ആറന്മുള വിമാനത്താവളത്തെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരും അറിയാം. VSന്റെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കുറേ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന മാത്രമേ ഒളിയിട്ടുള്ളൂ. അതായത് കോൺഗ്രസോ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത രീതിയിൽ റിയൽ എസ്റ്റേറ്റ് മാഫികൾക്കും ഇവിടുത്തെ സ്വർണ്ണ കള്ളക്കച്ചവടക്കാരൻ ഫയാസിനെ പോലെയുള്ളവർക്കൊക്കെ ഇവിടെ കറങ്ങി വരാൻ വേണ്ടി മുക്കിന് വിമാനത്താവളം പണിതുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 1% ജനങ്ങൾ പോലും വിമാനത്തെ യാത്ര ചെയ്യുന്നില്ല. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂർക്കമ്പറമ്പിൽ വിമാനത്താവളത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നില്ല, CPM പറയുന്നില്ല. ചേട്ടാ, കേരളത്തിലെ ഒരു അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാരുടെ ആശ്രയ കേന്ദ്രം ഗൾഫാണ്, അതുപോലെ വിദേശ രാജ്യങ്ങളാണ്. ഇവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അപ്പോൾ ഈ വിമാനത്താവളം വരുന്നത് കോട്ടയത്തിലുള്ള ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കോട്ടയത്തെ പ്രവാസികൾക്ക് അത് ഉപകാരപ്പെടുമോ? ഒരു മിനിറ്റ്. പ്രവാസികളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാ വീടിനും മുന്നിൽ വിമാനത്താവളം പറഞ്ഞോന്നാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് വീട്ടിലിറങ്ങാമല്ലോ, അതാണ് സൗകര്യം. ഈ വിമാനത്താവളം ഉണ്ടായതുകൊണ്ട് സാധാരണക്കാരനെക്കാളും കൂടുതൽ മുതലാളിമാർക്കായാലും ഗുണമുള്ളത്. കാരണം ഇവിടെ 1,00,000 ചില്ലാനം ഹാജിമാർ ഹജ്ജിന് പോകുന്നുണ്ട്. അവർക്ക് ഈ സമയമാകുമ്പോഴത്തേക്ക് സബ്സിഡി കൊടുക്കും. ഈ സബ്സിഡി കിട്ടുന്ന ഹാജിമാർക്ക് കിട്ടുന്നില്ല. സബ്സിഡി നമ്മൾ കോടിക്കണക്കിന് വെട്ടി വിമാന കമ്പനി കൊടുക്കുക. പിന്നെ ഹജ്ജ് കമ്മിറ്റി സബ്സിഡി വേണമെന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് ഹജ്ജ് കമ്മിറ്റി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾക്ക് സബ്സിഡി വേണ്ടില്ല, ഞങ്ങൾ പൊക്കോളാന്ന്. സമ്മതിക്കില്ല, സമ്മതി കൊടുത്തോളൂ. ഈ സബ്സിഡി ആർക്കാ കൊടുക്കുന്നത് അറിയാമോ? ഈ വലിയ വിമാന കമ്പനിക്കാണ്. ഇവിടുന്ന് ഇപ്പം തിരിച്ച് സൗദി അറേബ്യ പോയി 22,000 രൂപ മതി. പക്ഷേ ഇവരുടെ വാങ്ങിക്കുന്ന 40,000 50,000. അപ്പോൾ അതുകൊണ്ട് പ്രയോജനം ഈ വൻകിട കൃഷിക്ക് വൻകിട വിമാനത്താവളമുള്ള പൊതുവെ ഇതുകൊണ്ട് സാധാരണക്കാരനല്ല ഗുണം. ഇപ്പൊ സാധാരണക്കാരനും ഗൾഫിൽ പോകാനുള്ള ഒരു ആവശ്യത്തിന് വിമാനത്താവളം ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ആവശ്യം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി മാത്യു ടി തോമസ് പോയി. നല്ലൊരു വ്യക്തിയാണ് മാത്യു ടി തോമസ്. പുള്ളി പോയപ്പോൾ 500 താഴെ പ്രവർത്തകരുമായിട്ട് 200ഓളം പ്രവർത്തകരുമായിട്ടാണ് ഈ ഞാൻ കണ്ടായിരുന്നു. ഞാൻ SDP 200ഓളം പ്രവർത്തകരുമായിട്ടാണ് കൊണ്ട് നോമിനേഷൻ കൊണ്ട് കൊടുത്തത്. തോക്കാൻ വേണ്ടി തന്നെ നിർത്തിയേക്കുവാന്ന് അതിന് നിങ്ങൾക്ക് വ്യക്തമാണ്. തോക്കാൻ നിർത്തിയാണ്. LDFന്റെ കൂടെ ആളില്ല എന്ന് പറയുന്ന ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിലെ സർവേകളും ഫലങ്ങളും മുഴുവൻ നമ്മൾ കണ്ടതാണ്. 49% ജനങ്ങൾ LDFന്റെ കൂടെയാണ്. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇത്രയും വിമാനത്താവളങ്ങൾ ഉണ്ടായിരിക്കവേ തന്നെ ഒരു സ്വകാര്യ വിമാനത്താവളം വീണ്ടും ആറന്മുളയിൽ നെൽവയലുകളും നീർത്തടങ്ങളും നികത്തിക്കൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്ത് മനുഷ്യനെ ചൂഷണം ചെയ്ത് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഇവിടെ വിലക്കയറ്റം അല്ലെങ്കിൽ 42 ആദിവാസി കുട്ടികൾ അട്ടപ്പാടിയിൽ
പോഷകാഹാരക്കുറവ് മൂലം മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടേതുപോലെ കേരളം പോലെ ഒരു ആരോഗ്യരംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് മദ്യപാനത്തിന്റെ ഇതുകൊണ്ടാണെന്ന് ഒരു മന്ത്രിയുടെ കമന്റ് ഉണ്ടായിരുന്നു. അല്ല, മദ്യപാനത്തിന്റെ കെ സി ജോസഫ് പറയുകയാണ്. പക്ഷേ നമ്മളുടേതുപോലെ ഇത്രയും ആരോഗ്യ സൂചികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ കുട്ടികൾ പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥ നമ്മളുടെ സംസ്ഥാനത്ത് താഴെത്തട്ടുകളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നു കൂടാ. നമ്മുടെ ജോസ് കെ മാണി കൊണ്ടുവന്ന അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് വളരെയധികം മുൻപ് ഉദ്ഘാടന മഹാമഹം നടത്തിയ ഒരു സംഭവമാണ് സീപ്ലെയിൻ പദ്ധതി. കേരളത്തിലെ ടൂറിസം രംഗത്തിലെ സീപ്ലെയിൻ പദ്ധതി. ആ സീപ്ലെയിൻ പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? സീപ്ലെയിൻ പ്രായോഗികമല്ല. സീപ്ലെയിന് മത്സ്യത്തൊഴിലാളികളുടെ കഞ്ഞിയില് മണ്ണ് വാരിയിടുന്നതിനാണ് മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ കഞ്ഞി വാരിയിടുന്ന ഏർപ്പാടാണ് സീപ്ലെയിൻ. ആ സീപ്ലെയിൻ യാതൊരു കാരണവശാലും കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. ഓക്കെ, അപ്പൊ സീപ്ലെയിൻ വിമാനത്താവളങ്ങളല്ല ആവശ്യം. ഇവിടെ മാലിന്യങ്ങളുടെ ഒരു താവളമാണ് അത്യാവശ്യം. മാലിന്യ താവളമാണ് അത്യാവശ്യം. ഇവിടെ വടമാതൂർ മാലിന്യ പ്രശ്നം ഇന്ന് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു മാലിന്യ കൂമ്പാരമായിരിക്കും. ഇത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കിട്ടിയാൽ പിന്നെ നമ്മളെ ഇവിടെ ജനങ്ങളെ തെരഞ്ഞെടുത്ത് വിടുന്നത് UP-യിൽ നിന്ന് BSP-കാരൻ ഒരു ആളെ തിരഞ്ഞെടുത്ത് വിട്ടു, മായാവതിക്ക് എന്തായിരുന്നു യോഗ്യത? 400 പേരെ വെടിവെച്ച് കൊല്ലാനുള്ള യോഗ്യതയിലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതുകൂടാതെ കോൺഗ്രസ്സുകാർക്ക് യോഗ്യത ഉണ്ടെന്ന് പണക്കാരാണ്. ഇപ്പം 7,700 കോടി രൂപയുടെ ആശയുള്ള ഒരാളെ പുതിയതായിട്ട് സ്ഥാനാർത്ഥിയാക്കുന്നു. പണക്കാർ മാത്രം മതി, അല്ലെങ്കിൽ വെടിവെക്കുന്നവർ മതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അതല്ല വേണ്ടത് നമുക്കെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അവർക്ക് ചൂലെടുക്കുന്ന ആൾക്കാരാണ് കേരള ഈ രാഷ്ട്രീയത്തിൽ വേണ്ടത് പറയാനുള്ളപ്പോൾ നമുക്കറിയാം, ഇവിടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ VP സിംഗ് ശ്രമിച്ചപ്പോൾ അന്ന് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് രാജ്യത്ത് നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ് ഇക്വാലിറ്റി ഫോർ യൂത്ത് എന്നും പറഞ്ഞ് ഇന്നത്തെ ഇവരുടെ നേതാവായിട്ടുള്ള പ്രശാന്ത് ഭൂഷണും കേജ്രിവാളും കൂടിയാണ് ഡൽഹി സർവകലാശാലയിൽ വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ട് ഇവിടെ ആത്മാഹുതി നടത്തിക്കൊണ്ട് ആ സംഭരണത്തെ അട്ടിമറിച്ചതിന് പിന്നിൽ അവരായിരുന്നു. അവർക്ക് വ്യക്തമായ ചില അജണ്ടകളും രാഷ്ട്രീയങ്ങളും ഉണ്ട്. ഇവിടെ പല ആപ്പിൻ്റെ പ്രവർത്തകർക്കും അത് അറിയാൻ മേല. അത് മനസ്സിലാക്കണമെന്നാണ് എന്നെപ്പോലുള്ള SDPക്കാർക്ക് പറയാം. എന്തായാലും ഈ കോട്ടയം നിയോജകമണ്ഡലത്തിൻ്റെ അടിയൊഴുക്കുകൾ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ചുഴികളും മലരികളുമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും വിജയം ഭരിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് റബ്ബർ ഷീറ്റ് അടിക്കാൻ സമയമായി. ഹലോ 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 എന്താ റബ്ബർ എന്തിനാ? അവിടെ റബ്ബർ ഷീറ്റ് എന്താ എൻ്റെ നിനക്കറിയാൻ പാടില്ലേ? അത് തൂക്കി കൊടുത്ത് കാശ് പഠിച്ച് വേഗം ചെത്തി തീർക്കുക കേട്ടോ. എന്തായാലും നേരം ഇവർ റബ്ബറിലിട്ട് മാന്തണം.